ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് തന്നെയാണ് സ്വാഗതം. ജയ്സൺ സഞ്ജയ് സന്ദീപ് കീശനെ വെച്ചിട്ട് ഒരു പടം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഈ ആഴ്ചയോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ വെട്ടമെന്ന് പറഞ്ഞിട്ട് പാരഞ്ജിത്ത് ആര്യനെ വെച്ചെടുക്കുന്ന പടം ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് നിർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഷൂട്ടിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെന്നൈയിൽ വെച്ചിട്ട്. പിന്നെ ഈ പടത്തിലൊരു മെയിൻ കഥാപാത്രമായിട്ട് ശോഭിത ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ തരുൺ സ്റ്റുഡിയോസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഉപേന്ദ്ര നായകനായിരുന്ന ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. പടത്തിൻ്റെ പേര് നെക്സ്റ്റ് ലെവൽ എന്നുള്ളതാണ്. എന്തായാലും അരവിന്ദ് കൗശിക് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പടം ഡയറക്ഷൻ ചെയ്യുന്നത്. പിന്നെ ഉസ്താദ് ഭഗത് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പവൻ കല്യാണിൻ്റെ പടത്തിൽ നിന്ന് രാശിഖണ്ഡ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഓൺ പടം അതിൻ്റെ പോസ്റ്റാണ്. എന്തായാലും ആളുടെ പേര് ശ്ലോക എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ മാരിസൺ എന്ന് പറഞ്ഞതിൻ്റെ സ്നീക്ക് വീക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും പടത്തിന് നല്ല അഭിപ്രായം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സൊട്ട നനയുത് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ മന്ദിര കണ്ണാല എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. വീഡിയോ സോങ് ആണ് പുറത്തിറക്കിയിട്ടുള്ളത്. പിന്നെ തെലുസു കട എന്ന് പറഞ്ഞതിൻ്റെ ഫസ്റ്റ് സിംഗിൾ മല്ലിക ഗന്ധ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അത് ജൂലൈ 28 പുറത്തിറങ്ങുന്നത് അറിയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ മറ്റന്നാൾ പുറത്തിറങ്ങുന്നത്. പിന്നെ റെട്രോ എന്ന് പറഞ്ഞതിൻ്റെ ഓസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ മിറൈ എന്ന് പറഞ്ഞതിൻ്റെ വൈബുണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് പുറത്തിറങ്ങുന്നത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ സർജമി എന്ന് പറഞ്ഞിട്ടുള്ള ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. എന്തായാലും പടത്തിന് മോശം അഭിപ്രായമാണ് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ അക്യൂസ്ഡ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ 7 days to go പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഓഗസ്റ്റ് 1 പടം റിലീസാവുക. പിന്നെ ഇന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള പടം ഓഗസ്റ്റ് 22 റിലീസാവുമെന്ന് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ സുമതി വളവ് എന്ന് പറഞ്ഞ പടത്തിലത്തെ ശോകം വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ മീശ എന്ന് പറഞ്ഞ പടത്തിലത്തെ മീശ ട്രാക്ക് അത് ഇന്ന് 6 മണിക്ക് വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻസ് മെയിൻ കഥാപാത്രമായിരുന്ന ഒരു പടത്തിൻ്റെ റിലീസ് ഓഗസ്റ്റ് 1 എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഹൗസ് മേറ്റ്സ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ 7 days to go പോസ്റ്റർ വന്നു. പിന്നെ മേഘാലി ചെപ്പിനെ പ്രേമകഥ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. ഇത് 22 പുറത്തിറങ്ങി അടുത്ത മാസം. പിന്നെ G2 ഗൂഢാചാരി 2 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള വിനയ് കുമാറിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ അർജുന അശോകൻ നായകനായി രേവതി ശർമ്മ നായികയായിരുന്ന പടം തലവര എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. എന്തായാലും സ്ക്രീനിൽ എടുക്കാം. ഓഗസ്റ്റ് 15 പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ ബാഡ് ബോയ് കാർത്തിക് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു അപ്ഡേറ്റ് വരാൻ പോവാണ് ഇന്ന് 11:35 രാവിലെ. പിന്നെ പീസ് മേക്കർ എന്ന് പറഞ്ഞൊരു സീരീസ് പുറത്തിറങ്ങി DC-യുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ അതിൻ്റെ അടുത്ത സീസൺ വരാൻ പോവാണ് HBO-യിലൂടെ. അത് ഓഗസ്റ്റ് 21 അറിയിച്ചു. പിന്നെ ബൺ ബട്ടർ ജാം എന്ന് പറഞ്ഞ പടത്തിലെ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സീന് പുറത്തിറക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മാർവൽ സ്റ്റുഡിയോസിൻ്റെ ഭാഗത്തുനിന്നുള്ള അടുത്ത പടം വന്നിട്ടുണ്ട് തിയേറ്ററിൽ. എന്തായാലും ഈ പടത്തിന് മിക്സഡ് റെസ്പോൺസ് ആണ്. ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ലെവലിലാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ ഈ പടത്തിൻ്റെ കൂടെ അവതാർ 3യുടെ ട്രെയിലർ ഉണ്ടാവുന്നുള്ളതൊക്കെ കേട്ടിരുന്നു. അത് വന്നിട്ടുണ്ടാവുന്നുള്ള അറിയത്തില്ല. ഞാൻ ആരും പറയാനായിട്ടൊന്നും കേട്ടിട്ടില്ല. പിന്നെ രാമായണം എന്ന പടത്തിലുള്ള പാട്ടുകളൊക്കെ ഒരു ഇൻകംപ്ലീറ്റ് രീതിയിലായിരിക്കും വരിക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് യൂസ് ചെയ്യില്ല. അവിടെ ഇവിടെ സീനിന് അനുയോജ്യമായിട്ടുള്ള അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ള ലെവലിലാണ് കേൾക്കുന്നത്. എന്തായാലും നോക്കി നോക്കാം. പിന്നെ KH 237 കമൽഹാസൻ്റെ 237 അൻപർ മാസ്റ്റേഴ്സ് എടുക്കുന്നതാണ്. ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഓഗസ്റ്റ് 14 തുടങ്ങുന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ പടത്തിൽ കല്യാണി പ്രിയദർശനും ഒരു മെയിൻ കഥാപാത്രമായിരുന്നു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ പ്രദീപ് രംഗനാഥൻ്റെ ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ വിഷ് കൊണ്ട് ഡ്യൂഡ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പോസ്റ്റർ വന്നിരുന്നു. ഇതാണ് ആ പോസ്റ്റർ. ഞാൻ മെയിൻലി വെയിറ്റ് ചെയ്യുന്ന ഈ പടത്തിനാണ് ആളുടെ എല്ലേക്ക് എന്ന് പറഞ്ഞ പടം കൂടി ഉണ്ട്. എന്തായാലും ആ പടത്തിൽ നിന്നും ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ഒന്നല്ല 2 പോസ്റ്റേഴ്സാണ് ഇറക്കിയിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ ഫസ്റ്റ് പഞ്ച് ഈ ഓഗസ്റ്റ് 1 വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പഞ്ച് എന്ന് പറയുമ്പോൾ മിക്കവാറും ടീസർ ആവാനാണ് ചാൻസ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. പിന്നെ ഇഡ്ലി കടയിൽ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോവാണ്. അത് ജൂലൈ 27 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നാളെ കുറച്ച് മുന്നേ അറിയിച്ച പോസ്റ്റാണിത്. പിന്നെ അതിന് ശേഷം വേറെ പോസ്റ്റർ വന്നിട്ടുണ്ട്. അതും ഞാൻ സ്ക്രീനിൽ എടുക്കാം. അത് ഇതാണ്. എന്തായാലും ഇതിൻ്റെ ടൈം മിക്കവാറും ഒന്ന് അറിയിക്കേണ്ടായിരിക്കും. നല്ല പാട്ടായി വരട്ടെ. പിന്നെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു കേട്ടായിരുന്നു. എന്തായാലും സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടിരുന്ന ഷൂട്ട്. അപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. കിങ്ഡം ബോയ്സ് എന്ന് പറഞ്ഞിട്ട് കിങ്ഡം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ വർക്ക് നടന്നിരുന്നു. അപ്പോൾ അതിൽ വെച്ചിട്ട് സന്ദീപ് റെഡ്ഡി വാങ്ക കൺഫേം ചെയ്തിട്ടുള്ളതാണ്. ഷൂട്ട് സെപ്റ്റംബർ എൻഡോട് കൂടിയിട്ട് ലാസ്റ്റിലോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള പറഞ്ഞിട്ടുണ്ട്. എന്തായാലും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ഷൂട്ടായിരിക്കും എന്നുള്ളതാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ജനനായകൻ എന്ന് പറഞ്ഞ പടത്തിൽ 6 കൂടുതൽ പാട്ടുകൾ ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഡിസംബറിൽ ഇതിൻ്റെ ഓഡിയോ ലോഞ്ച് മലേഷ്യയിൽ വെച്ച് ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്. ഓഡിയോ ലോഞ്ചിൻ്റെ കാര്യം വലിയ ഉറപ്പൊന്നും വെക്കണ്ട. കാരണം ആളുടെ മുന്നത്തെ പടങ്ങൾക്കൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ വരുമെന്ന് അറിയത്തില്ല, ചിലപ്പോൾ വന്നേക്കാം. എന്തായാലും നോക്കി നോക്കാം. പിന്നെ അയാം ഗെയിം ആയിട്ടുള്ള ദുൽഖർ സൽമാൻ്റെ പടത്തിൻ്റെ ഷൂട്ട് കൊച്ചിയിൽ തുടങ്ങുമെന്ന് പറയാം. പക്ഷേ കൊച്ചിയിലല്ല തുടങ്ങാൻ പോകുന്നത്. തൽക്കാലം തിരുവനന്തപുരത്ത് ഒരു 10 ദിവസത്തെ ഷെഡ്യൂൾ വെച്ചിട്ടുണ്ട്. അതാണ് തുടങ്ങാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റിലോ അല്ലെങ്കിൽ സെപ്റ്റംബറിലോ ആയിട്ടായിരിക്കും ഡിക്ക് ജോയിൻ ചെയ്യാന്നുള്ളതാണ് കേൾക്കുന്നത്. മിക്കവാറും ഓഗസ്റ്റ് 20 ഒക്കെ ആൾ ജോയിൻ ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും നോക്കി നോക്കാം. ഓഗസ്റ്റ് 20 എന്ന് പറയുമ്പോൾ കൊച്ചി ഷെഡ്യൂളാണ്. പിന്നെ വരുന്ന ജൂലൈ 28 ദുൽഖർ സൽമാന് ബർത്ത്ഡേ വിഷ് കൊണ്ട് ഒരു പോസ്റ്റർ വരാൻ ചാൻസ് ഉണ്ട് അയാം ഗെയിം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത്. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വേഫാർ ഫിലിംസ് എന്ന് വെച്ചാൽ ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷൻ കമ്പനി എടുക്കുന്ന ലോക ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ ഈ ദുൽഖർ സൽമാൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും അത് കൺഫേം ചെയ്തിട്ടുണ്ട്. ജൂലൈ 28 ലോക ചാപ്റ്റർ 1 ടീസർ വരുന്നതാണ്. എന്തായാലും പുതിയ പോസ്റ്റർ ഉണ്ട്. ഞാൻ സ്ക്രീനിൽ എടുക്കാം. നല്ല പോസ്റ്റർ ആയിട്ടാണ് തോന്നി. പിന്നെ അടുത്തായിട്ട് ദുൽഖർ സൽമാൻ്റെ വരാൻ പോണ പടം എന്ന് വെച്ചാൽ അയാം ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന് ശേഷം വരാൻ പോണ പടം ദുൽഖറിൻ്റെ 41 ഈ പടമായിരിക്കും പൂജ ആയിട്ടുള്ള പടം എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇതിൻ്റെ ഒരു അനൗൺസ്മെന്റും ജൂലൈ 28 ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട് ഒഫീഷ്യലായിട്ട്. അതും വെയിറ്റ് ചെയ്യാം.
പിന്നെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ജയിലർ 2 എന്ന് പറഞ്ഞതിന്റെ സോങ്ങിന്റെ ഷൂട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞെന്നുള്ള അറിയത്തില്ല. എന്തായാലും ഈ പടത്തിന്റെ ഷൂട്ട് ഇനി വീണ്ടും കേരളത്തിൽ പാലക്കാട് വെച്ചിട്ട് നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അടുത്ത വരാൻ പോണ ഷെഡ്യൂളിൽ ഒന്ന്. പിന്നെ കൂലി നാണയത്തിന്റെ ഓഡിയോ ലോഞ്ച് നടക്കുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഓഡിയോ ലോഞ്ചിന് ഒരു തെറ്റിട്ട രീതിയിൽ അവർ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ പുറത്തിറക്കിയാൽ എന്തായാലും അതിന്റെ മേലക്കാന്നുള്ള രീതിയിലാണ് സൺ പിക്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ് എന്നുള്ള രീതിയിൽ എന്തായാലും കൂലി അൺലിസ്റ്റഡ് എന്നുള്ള രീതിയിൽ ടാഗ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഓഡിയോ ലോഞ്ച് അല്ലെങ്കിൽ ട്രെയിലർ ലോഞ്ച് എന്ന് പറയാം. ഓഗസ്റ്റ് 2 ട്രെയിലർ വരുന്നുള്ള ലോകേഷ് അനിരാജ് കൺഫേം ചെയ്താണ്. അത് ഓഗസ്റ്റ് 2 ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ചെന്നൈയിൽ നടക്കുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പടത്തിന്റെ റൺ ടൈമായി പറഞ്ഞു കൊടുക്കുന്നത് 2 മണിക്കൂർ 50 മിനിറ്റാണ്. ഏകദേശം കൺഫേം ആയ രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. കുറേ കാലത്ത് 3 മണിക്കൂർ 3 മിനിറ്റ് എന്നോ 2 മണിക്കൂർ 45 മിനിറ്റ് എന്നൊക്കെ കേട്ടിരുന്നു. പക്ഷെ അതല്ല, 2 മണിക്കൂർ 50 മിനിറ്റ് എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ബബ്ബ എന്ന് പറഞ്ഞതിന്റെ മോഹൻലാൽ വന്നിട്ടുള്ള ഷെഡ്യൂളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞെന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഈ പടത്തിന്റെ റിലീസ് സെപ്റ്റംബർ ലാസ്റ്റിലോ അല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റിലോ ഒക്കെ ആയിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരട്ടെ. പിന്നെ വാർ 2 എന്ന് പറഞ്ഞതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ നിലവരെന്ന് പറഞ്ഞായിരുന്നു. അത് വന്നിട്ടുണ്ട്. ട്രെയിലറിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ല ട്രെയിലർ ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള താഴെ കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബൈ.